സർവചരാചരങ്ങളിലും ദൈവികതയെ ദർശിക്കാൻ ശ്രമിച്ച പൂർവികരുടെ പിന്തുടർച്ചയാണിത്. അജ്ഞാതമായ അദൃശ്യമായ എന്തോ ഒന്നിനെ ആരാധിച്ചുകൊണ്ട് മനുഷ്യൻ പ്രകൃതിയുടെ പ്രപഞ്ചശക്തിയുടെ ഉപാസകരായി. രാവും പകലും ഋതുഭേദങ്ങളും മാറി മാറി വരികെ മനുഷ്യന്റെ അറിവിടങ്ങളും അനുഭവ പരിസരങ്ങളും വളർന്നു വന്നു. ആദിയും അന്തവുമില്ലാതെ അന്ധാളിച്ചു നിന്നൊരു കാലം. സൂര്യനോടും ചന്ദ്രനോടും കാറ്റിനോടും മഴയോടും മണ്ണിനോടും നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ആദിയും വ്യാധിയും ഒഴിയേണേ എന്ന്. അങ്ങനെ നല്ല കാലം വന്നുചേരാനായി ഉപായങ്ങൾ തേടവെയാണ് ദേവതാസങ്കല്പങ്ങൾ രൂപപ്പെട്ടത്. പതിയെ പതിയെ അനുഷ്ഠാനങ്ങളും ആരാധനാക്രമങ്ങളും ചേർത്തുകൊണ്ട് ചില ചിട്ടപ്പെടുത്തലുകളും ഉണ്ടായി. പിന്നെയും പോരാഞ്ഞ് ചമയങ്ങളും വർണ്ണങ്ങളും വർണ്ണനകളും ഇങ്ങനെ ചേർത്ത് വെച്ചു. ഇവിടെ ദൈവീകം കലയാകുന്നു, കല ദൈവീകവുമാകുന്നു. കഥ തുടരുകയാണ്. ഞങ്ങൾ പുള്ളുവന്മാരായി ഉത്ഭവിച്ചുള്ളത് കാണ്ടുവാദനം കത്തിയെരിയുന്ന സമയത്ത് ഒരു സർപ്പം പകുതി വെന്തിട്ടും പകുതി വെവാതി ഓടി വരുന്ന സമയത്ത് കുട്ടനാട്ടിലത്തെ അന്തർജനം നാഗമണിക്കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നതായ സമയത്താണ് ഈ സർപ്പം പകുതി വെന്തിട്ടും പകുതി വെവാതി ഓടി വരുന്നത് കണ്ടപ്പോൾ ഈ കോരിയ വെള്ളം ഈ മണിക്കിണറ്റിലേക്ക് തന്നെ ഒഴിച്ച് ഈ കുടത്തിൻ്റെ വായ കാണിച്ചു കൊടുത്തു. അപ്പോൾ അതിൽ പോയി ഒളിച്ചു ഈ സർപ്പം. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ തണവും കുടത്തിൻ്റെ കുളിർമയും, അപ്പോൾ മീതെ ഈ സർപ്പം പുറത്ത് പോവാതിരിക്കാൻ മീതെ ചിറ്റിയ ചിറ്റാണ അഴിച്ച് അന്തർജനം കുടത്തിൻ്റെ വായ മൂടിക്കെട്ടി അടിയാലെ താങ്ങി കൊടിമുല്ലയ്ക്കിൽ കൊണ്ട് കമിഴ്ത്താൻ ചെന്ന സമയത്ത് ഇല്ലത്തെ അന്തർജനം ഇതെല്ലാം കണ്ടു നിൽക്കുന്നു. എന്തിനാണ് നീ ഈ ശക്തി ഇവിടേക്ക് കൊണ്ടുവരുന്നത്? ഇവിടെ തന്നെ വേണ്ടത്ര ശക്തികളുണ്ട്, അത് കാരണം നീ ഇന്നു മുതൽ പുറത്ത് എന്ന് ഭ്രഷ്ട് കൽപ്പിച്ചു ഈ അന്തർജനത്തിന്. അപ്പോൾ അന്തർജനത്തിനാകെ സങ്കടം, വല്ലാത്തൊരു വിഷമതിയും സങ്കടം തോന്നി. ഞാൻ ഇങ്ങനെ ഒരു ജീവനെ രക്ഷിച്ച കാരണം എന്നെ നിഷ്പക്ഷതയാക്കി, പക്ഷെ നീ തന്നെ എനിക്ക് ശരണം എന്നും പറഞ്ഞ് ഈ മൺകുടം കൊണ്ടുപോയി കൊടിമുല്ലത്തറക്കിൽ കൊണ്ട് കമിഴ്ത്തി അന്തർജനം തപസ്സായി. അവിടെ ഏറ്റുമാറ്റാലെ കുളിച്ച് വന്ന് ഈ കൈയെടുക്കുന്നതിൻ്റെ മുൻപേ ഈ മൺകുടം 4, 3, 7 കോണുമുള്ള നാഗശ്രീ ചിത്രപീഠമായി ഉരുത്തിരിഞ്ഞു. അപ്പോൾ ഈ അന്തർജനം അവിടെ തന്നെ തപസ് കിടന്നു. ഞാൻ നിന്നെ രക്ഷിച്ച കാരണം കൊണ്ട് എന്നെ എന്നും ഭ്രഷ്ട് കൽപ്പിച്ച് നീക്കി, നീ തന്നെ എനിക്ക് ശരണം. അപ്പോൾ 7-ാം ദിവസം ഈ പുറ്റിൽ നിന്നും ഉച്ചരിച്ചു, നീ ഇന്നു മുതൽക്ക് പുള്ളുകത്തി എന്നറിയപ്പെടും. ഈ പുറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഉച്ചരിച്ചതാണ്, നീ ഇന്നു മുതൽക്ക് പുള്ളുകത്തി എന്ന് നിനക്കും പേരായിരിക്കട്ടെ, നാഗശ്രീ കന്യാവ് എന്ന് എനിക്കും പേരായിരിക്കട്ടെ. അങ്ങനെ 16 പടമുള്ള അഞ്ജനമണിനാഗം വരന്തെന്നുള്ളതാണ്. അങ്ങനെ എത്രയോ കാലപഴക്കങ്ങൾ, അഷ്ടനാഗസ്തുതി, കാളിയമർദ്ദനം, നാഗങ്ങൾ ഉത്ഭവിച്ചുള്ളത്, നാഗോൽപ്പത്തി കഥ, അങ്ങനെ ഒരു 41 ദിവസം സർപ്പക്കളം കഴിച്ചാൽ പാടിയാൽ തീരാത്ത കഥകളാണ് ഇന്ന് ഞങ്ങളുടെ ഇതിലുള്ളത്, പുസ്തകത്തിലുള്ളത്. പക്ഷേ കാരണന്മാരൊക്കെ മമ്മറിഞ്ഞു പോയി. പണ്ട് കൊടുങ്കാറ്റുണ്ടായിരുന്നുള്ള കാലത്തുള്ള ഗ്രന്ഥങ്ങളൊക്കെ എല്ലാം നശിച്ച് കെട്ടുപോയി. എന്നാലും കുറച്ചൊക്കെ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് തപ്പി നോക്കിയാൽ കിട്ടും. കതിരവേനുരിക്കും മുൻപേ കൽപ്പക മുല്ലപ്പന്തൽ തെരുവരെ അടിച്ചു നീക്കി ഗംഗചാണകം നേർതളിച്ച്
അതിൽ നിറച്ചു പാർന്ന് അലക്കിയ ശീല ചിന്തി ഇട്ടഴകിയ തിരിയുമിട്ട് ദീപത്തെ കൊളുത്തി വെച്ച് പരനിറപ്പും വെച്ച് ചെപ്പിന്മേൽ ചെമ്പഴുക്ക വെറ്റില കെട്ടുവെച്ച് നീരുമാടി അലക്കിയ മാറ്റുടുത്ത് ചതുരിച്ച കുറിയും തൊട്ട് ശങ്കര ശരണമിന്ന് കിഴക്കു നോക്കി എഴുത്തുകൊള്ളും മുൻപേ പഠിച്ചതൊക്കെ വിളങ്ങണം ശ്രീമഹാ ഗണപതിയെ അഷ്ടമനാഗം ഞങ്ങളെ കെട്ടിയാണിഞ്ഞോരും കലർന്നേഴും പന്തലാതിൽ
ഈശ്വരനും തക്ഷകേനം കാർഗോടകൻ മഹാപത്മനും പത്മനും ഭൂഷൺ താനും കോടി നാഗങ്ങളും നാഗരാജാക്കളും ഭൂതങ്ങളും ഇടധീരക താനുമേ ഐരാവധന്മാണി നാഗങ്ങളും ഇടധൈരക നിങ്ങളുടെ പാദസന്നിധി എങ്കിലും മങ്ങാതെ ഞാനീത കൈതോഴും ഇടധൈരക മങ്ങാതെ ഞാനീത കൈതോഴും കളം വരയ്ക്കുന്ന രീതി ഇത് പുറ്റുകളം അഷ്ടനാക്കളമാണ്. പിന്നെ ഇത് ശിവനും ശക്തിയും ഈ രണ്ട് പടം കദ്രുവിനത ആണ് പെണ്ണ് എന്നുള്ളതാണ് സങ്കല്പം. പിന്നെ ഇതിൽ പല തരത്തിലുള്ള കളങ്ങൾ എഴുതാം. നെയ്ത്ത് കളുണ്ട്, പച്ചക്കെട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഞങ്ങളുടെ ആൾക്കാർ ഈ ഭാഗത്തേക്ക് ഉള്ള കളമെഴുത്ത് അവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കുളിച്ച് വന്നാൽ ഭസ്മക്കളം എന്ന് പറഞ്ഞിട്ടൊരു കളുണ്ട്. ഭസ്മം കൊണ്ട് മാത്രം ഒരു നാഗരാജാവിൻ്റെ പത്തി മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ അത് വരയ്ക്കും.
അപ്പോൾ ഇങ്ങനെ 56 കളമാരെ എഴുതാം. 118 പടം വരെ ഞങ്ങൾ വയനാട് കോട്ടൂർ നാഗത്താങ്കാവ് ദേശക്കാവാണ്. അപ്പോൾ ഓരോരുത്തർ ആ സർപ്പക്കളം നമ്മുടെ ഇവിടേക്ക് ഒന്നുപോലെ നാഗക്കളം അല്ലെങ്കിൽ പാമ്പിൻ കളം, പാമ്പും തുള്ളൽ എന്ന് പറയും. അവിടേക്ക് നാഗപ്പാട്ട് എന്നാണ് പറയാം. സർപ്പവർണ്ണങ്ങളുടെ സൽക്കഥ ചൊല്ലുവാൻ നാവിൽ തുണയ്ക്കണം ദേവി സരസ്വതി. ദേവി സരസ്വതി നാവിൽ തുണയ്ക്കണം. ഒരു ഭാഗ്യം വെച്ചു ഞാൻ നാഥനെ തൊഴുന്നേന്. ഒരു തല വാഴും ഓങ്കാര നാഗങ്ങൾ, രണ്ടു തല വാഴും ശിവനും ശിവശക്തിയും. മൂന്നു തല വാഴും മൂലമണി നാഗങ്ങൾ, നാലു തല വാഴും നാഗരാജാക്കളും. അഞ്ചു തല വാഴും അഞ്ജനമണി നാഗങ്ങൾ, ആറു തല വാഴും അകമ്പുക്കു സർപ്പമേ. ഏഴു തല വാഴും എഴുകൂല നാഗങ്ങൾ, എട്ടു തല വാഴും അഷ്ടനാഗങ്ങളും. ഒൻപത് തല വാഴും ധൂളിമണി നാഗങ്ങൾ, പത്തു തല വാഴും പറനാഗ സർപ്പമേ. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യനും ശൂദ്രനോ ബ്രാഹ്മണരാകും മണിനാഗ സർപ്പങ്ങൾ. ക്ഷത്രിയനാകും അഞ്ജനമണി നാഗങ്ങൾ, വൈശ്യനാകും കരുനാഗ
നേട്ടം പണങ്ങളും ആയിരം കേട്ടാലേ പള്ളി കൊള്ളും ഭവാൻ പാലാഴിയിൽ പള്ളി കൊള്ളും മാധവൻ പാലാഴിയിൽ പള്ളി കൊള്ളും മാധവൻ ശങ്കരാശിവൻ കാത്തുകൊണ്ടിടണം ആദിനാഥനാമനന്ദന്റെ പാദത്തിൽ വന്നിച്ചു ഞാനിതാ കൈതൊഴുന്നേൻ വന്നിച്ചു ഞാനിതാ കൈതൊഴുന്നേൻ കതിരവെ ഉദിക്കും മുൻപേ കൽപ്പക മുല്ലപ്പന്തിൽ തെരുതെരെ അടിച്ചു നീക്കി ഗംഗ ചാണകം നേർത്തളിച്ച്, അതായത് പശുവിൻ്റെ ചാണകം ഉത്തമമായുള്ള പച്ചവെള്ളത്തിൽ കലക്കി തളിച്ചാൽ അവിടെ ശുദ്ധം വന്നു എന്നുള്ളതാണ്. അതാണ് ഗണപതി. അത് ചൊല്ലിക്കഴിഞ്ഞിട്ടാണ് അഷ്ടനാഗങ്ങളെ പറ്റി സ്തുതിച്ച് പാടിയുള്ളത്. ജനമേജയൻ സർപ്പസത്രം മുടക്കാൻ പോകുന്ന സമയത്ത് ഭൂലോകരക്ഷയ്ക്ക് അഷ്ടനാഗങ്ങളെ ഭൂമിയിൽ പ്രതിഷ്ഠിച്ചിട്ടാണ് ജനമേജയൻ സർപ്പസത്രം മുടക്കാൻ പോയിട്ടുള്ളത്. പിന്നെ കദ്രുവിനത, ഒരു വീട്ടിൽ എഴുത്തിയനിയത്തിമാരായിട്ടുള്ള പണ്ട് കാലങ്ങളിലും അങ്ങനെ ശണ്ട കൂടലുണ്ടായിട്ടുണ്ട്. അത് പറഞ്ഞ കാശ്യപൻ്റെ ഭാര്യാകന്മാരായിട്ടുള്ളതാണ് കദ്രുവിനത. പിന്നെ ഗരുഡൻ കടമ്പ് വൃക്ഷത്തിൻ്റെ മുകളിൽ അമൃത് കൊത്തി കൊടുന്നു വെച്ചുള്ള ഭാഗമാണ് കാളിന്ദിക്കരയിൽ. ഇന്നും കാളിന്ദിക്കരയിൽ കടമ്പ് വൃക്ഷം ഉണ്ടെന്ന് പറയണു. കാശ്യപനുടെ ഭാര്യമാർകളിൽ കാശ്യപനുടെ ഭാര്യമാർകളിൽ വേഷകദ്രുവിനേടയോടാശയെന്തെന്നും നിങ്ങൾക്ക് അവശടാശയെന്തെന്നും നിങ്ങൾക്ക് അവശമുള്ളതു പറഞ്ഞാൽ താരാ ദിച്ചു നിങ്ങളുടെ പാതിവൃത്യത കണ്ടു ഞാൻ, എത്രയും പ്രസാദിച്ചു നിങ്ങളുടെ പാതിവൃത്യത കണ്ടു ഞാൻ. ചിത്തെ സന്തോഷം വർദ്ധിച്ചുള്ളതിൽ ചിത്തെ സന്തോഷം വർദ്ധിച്ചുള്ളതിൽ ആവാതല്ലി പാട നീടാ ദിച്ചു നിങ്ങളുടെ എത്രയും ദിച്ചു നിന്നോട് സന്തോഷം വർദ്ധിച്ചുള്ളതും ചിത്ത സന്തോഷം വർദ്ധിച്ചുള്ളതും ആവതല്ല പറഞ്ഞിടാ. നിങ്ങളുടെ ഒരു ശീലവൈഭവം നിങ്ങളുടെ
ചിന്തിച്ചാൽ ആവതല്ലോ കേട്ടാലും സാരമായി വരും നിങ്ങൾക്കെന്തെന്നും സാരമായി വരും നിങ്ങൾക്കെന്തെന്നും വീണ്ടും നാലതു തന്നിടാ സാരമായി വരും നിങ്ങൾക്കെന്തെന്നും വീണ്ടും നാലതു തന്നിടാ പാരാതെ മമ സന്ദേഹമില്ലേ പാരാതെ മമ സന്ദേഹമില്ലേ മെന്നു നിങ്ങളറിയുക നിങ്ങൾക്കെന്തെന്നോ സാരമായി വരും നിങ്ങൾക്കെന്തെന്നോ വേണ്ടോ നാലതോ സന്ദേഹമില്ലേ പാരാതെ മമ സന്ദേഹമില്ലേ നിങ്ങൾ ഇന്നു ധരിക്കുവിൻ പണ്ഡിതൻ മുനി ചൊന്ന വാക്കുകൾ പണ്ഡിതൻ മുനി ചൊന്ന വാക്കുകൾ ഭാര്യമാരുടെ കേട്ടിട്ട് പണ്ഡിതൻ മുനി ചൊന്ന വാക്കുകൾ ഭാര്യമാരുടെ കേട്ടിട്ട് പൂർണ്ണ സന്തോഷാൽ മോടിയിരുവരും പൂർണ്ണ സന്തോഷാൽ മോടിയിരുവരും ആഗ്രഹം അതുണർത്തിച്ചു പണ്ഡിതൻ മുനി ചൊന്ന വാക്കുകൾ ഭാര്യമാരവർ കേട്ടിട്ട് സന്തോഷാൽ മോടിയിരുവരും പൂർണ്ണ സന്തോഷാൽ മോടിയിരുവരും ആഗ്രഹമതുണർത്തിച്ചു പുത്രന്മാരതും ആയിരം ഇനി പുത്രന്മാരത് ആയിരം ഇനി ഉത്ഭവിക്കുവാൻ മോഹവും പുത്രന്മാരത് ആയിരം ഇനി ഉത്ഭവിക്കുവാൻ മോഹവും എത്ര മോദനാം കാശ്യപനോട് എത്ര മോദനാം കാശ്യപനോട് കദ്രു യാചിച്ചു നീതു പുത്രന്മാരതോ ആയിരമേനെ പുത്രന്മാരതോ ആയിരമേനെ ഉത്ഭവിക്കുവാൻ എത്ര മോദന കാശ്യപനോടു എത്ര മോദന കാശ്യപനോടു കദ്രു യാചിച്ചു നീതു അന്നേരം വിനദാവുണർത്തിച്ചു അന്നേരം വിനദാവുണർത്തിച്ചു രണ്ടു പുത്രനെ നൽകണം അന്നേരം വിനദാവുണർത്തിച്ചു രണ്ടു പുത്രരെ നൽകണം നന്നായി തേജസ്സും ശൗര്യവും ഫലം നന്നായി തേജസ്സും ശൗര്യവും ഫലം മുള്ളവരായി തീരണം ദയുണർത്തിച്ചു അന്നേരം ദയുണർത്തിച്ചു രണ്ടു പുത്രരെ നന്നായി തേജസ്സും ശൗര്യവും ബല നന്നായി തേജസ്സും ശൗര്യവും ബല ഉള്ളവരായി തീരണേ കാശ്യപനുടെ ഭാര്യമാർകളിൽ കാശ്യപനുടെ ഭാര്യമാർകളിൽ
നാഗയക്ഷിക്കളം, നാഗരാജാവിൻ്റെ കളം, അഷ്ടനാഗക്കളം, പിന്നെ ഭൂതക്കളം, സന്താനക്കളം, സന്തതിക്കളം, നാഗകാളിക്കളം, കാളിയമർദ്ദനം. കാളിയമർദ്ദനമൊക്കെ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പിടിക്കും. അത് ആ ഫോട്ടോ കൊടുന്നിട്ട് വെച്ചിട്ടൊക്കെയാണ് അത് വരയ്ക്കുക. അനന്തശയനം എങ്ങനെയാണ്? ഇതിപ്പോൾ അവരുടെ മക്കളാണ്, ആ മക്കൾക്കാണ് ഇപ്പം നമ്മളിത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ അവരുടെ അച്ഛനും അമ്മയും നാഗയക്ഷി നാഗരാജാവും ഉണ്ടാവും. അപ്പോൾ അവരും ഇതിൽ വന്ന് കൂടിയാടും, അവരും ആ കർമ്മത്തിൽ പങ്കെടുക്കും. അവർക്ക് കൊടുക്കുന്ന കർമ്മത്തിൽ മക്കളും ചെല്ലും, മക്കളും അതിൽ കർമ്മത്തിൽ പങ്കെടുക്കും. അങ്ങനെയൊക്കെയാണ്. ഇപ്പം മിക്കവാറും അമ്പലങ്ങളിലൊക്കെ ഉണ്ട് ഇപ്പോൾ അത്. ഗുരുവായൂരുണ്ട്, തൃപ്രയാറുണ്ട്, ചോറ്റാനിക്കരയുണ്ട്, വൈക്കം, കടുന്തിരുത്തി, ഏറ്റുമാനൂർ, അങ്ങനെയൊക്കെയുണ്ട്. സാധുവാൻ മാതാവേ, സാധുവാൻ മാതാവേ, കേദം കളകിടോ, സാധുവാൻ മാതാവേ, കേദം കളകിടോ, ആദികൾ വന്നിതു തീർത്തിടാൻ സകലം, ആദികൾ വന്നിതു തീർത്തിടാൻ സകലം. സാധുവാൻ മാതാവേ, സാധുവാൻ മാതാവേ, കേദങ്ങളെ കേടോ, സാധുവാൻ മാതാവേ, കേദങ്ങളെ കേടോ, ആദികൾ വന്നിതോ തീർത്തിടാ സകലം, ആദികൾ വന്നിതോ തീർത്തിടാ സകലം. യാതൊരു പരിഭ്രമം ചേതസ്സിലുണ്ടാകില്ല, യാതൊരു പരിഭ്രമം ചേതസ്സിലുണ്ടാകില്ല, ബോധിച്ചാലും നിന്റെ മാനസേ സകലം, ബോധിച്ചാലും നിന്റെ മാനസേ സകലം. യാതൊരു പരിഭ്രമം, യാതൊരു പരിഭ്രമം ചേതസ്സിലുണ്ടാവേണ്ട, യാതൊരു പരിഭ്രമം ചേതസ്സിലുണ്ടാവേണ്ട, ബോധിച്ചാലും നിന്റെ മാനസേ സകലം, ബോധിച്ചാലും നിന്റെ മാനസേ സകലം. ഉള്ളതു സൂക്ഷിച്ചാൽ, അണ്ടമുമ്മിനി ഉള്ളതു സൂക്ഷിച്ചാൽ, ഗണ്ണവും ചെയ്യാതെ നീരും നേടുക, ഗണ്ണവും ചെയ്യാതെ നീരും നേടുക. അണ്ടമൊന്നോമിനെ, അണ്ടമൊന്നോമിനെ ഉള്ളതു സൂക്ഷിച്ചാൽ, അണ്ടമൊന്നോമിനെ ഉള്ളതു സൂക്ഷിച്ചാൽ, ഗണ്ഡവും ചെയ്യാതെ നീരും നേടുക, ഗണ്ഡവും ചെയ്യാതെ നീരും നേടുക. പണ്ഡിതനാമൊരു പുത്രനമതിധീരൻ, പണ്ഡിതനാമൊരു പുത്രനമതിധീരൻ, എന്നോടെ വന്നു ജാതനായി പിറക്കാം, എന്നോടെ വന്നു ജാതനായി പിറക്കാം. പണ്ഡിതനാമൊരു, പണ്ഡിതനാമൊരു പുത്രനാമതിധീരൻ, പണ്ഡിതനാമൊരു പുത്രനാമതിധീരൻ, എന്നമോടെ വന്നു ജാതനായി പിറക്കും, എന്നമോടെ വന്നു ജാതനായി പിറക്കും. അന്നവനും നിന്റെ ദാസ്യമായുള്ളത്, അന്നവനും നിന്റെ ദാസ്യമായുള്ളത്, നന്നായി തീർത്തു സുഖത്തെ വരുത്തിടും, നന്നായി തീർത്തു സുഖത്തെ വരുത്തിടും. അന്നവനോ നിന്റെ ദാസ്യമായുള്ളത്, അന്നവനോ നിന്റെ ദാസ്യമായുള്ള
വന്നതാ ഇനി വേണ്ട എന്നോട് വചനങ്ങൾ, വന്നതാ ഇനി വേണ്ട എന്നോട് വചനങ്ങൾ, ഭിന്നമായി വരും എന്നും ഓർത്തിടേണ്ട, ഭിന്നമായി വരും എന്നും ഓർത്തിടേണ്ട. ഇനി വേണ്ട വന്നതാ ഇനി വേണ്ട എന്നോട് വചനങ്ങൾ, വന്നതാ ഇനി വേണ്ട എന്നോട് വചനങ്ങൾ, ഭിന്നമായി വരുമെന്ന് ഓർത്തിടേണ്ട, ഭിന്നമായി വരുമെന്ന് ഓർത്തിടേണ്ട. എത്രയും ശക്തിയും കീർത്തിയും അവനുണ്ടാൽ, എത്രയും ശക്തിയും കീർത്തിയും അവനുണ്ടാൽ, എത്രയും വിശ്വാസമോടിരും നേടുക, എത്രയും വിശ്വാസമോടിരും നേടുക. ശക്തിയും കീർത്തിയും അവനുണ്ടാം, എത്രയും ശക്തിയും കീർത്തിയും അവനുണ്ടാം, എത്രയും വിശ്വാസമോടിരും നേടുക, എത്രയും വിശ്വാസമോടിരും നേടുക. മഹത്തായ പുത്രനാണെന്നു ചിത്തേ, അത്രയും മഹത്തായ പുത്രനാണെന്നു ചിത്തേ, എത്രയും വിശ്വാസമോടിരും നേടുക, എത്രയും വിശ്വാസമോടിരും നേടുക. മഹത്തായ അത്രയും മഹത്തായ പുത്രനാണെന്നോ ജിത്തേ, അത്രയും മഹത്തായ പുത്രനാണെന്നോ ജിത്തേ, എത്രയും വിശ്വാസമോടിരും നേടുക, എത്രയും വിശ്വാസമോടിരും നേടുക. ഗുണദോഷം സാധുവാനമ്മയ്ക്ക്, ഇത്തരം ഗുണദോഷം സാധുവാനമ്മയ്ക്ക്, ചിത്തം തെളിയുവാൻ അരുണനുണർത്തിച്ചു, ചിത്തം തെളിയുവാൻ അരുണനുണർത്തിച്ചു. ദോഷം ഇത്തരം ഗുണദോഷം സാധുവാനമ്മയ്ക്ക്, ഇത്തരം ഗുണദോഷം സാധുവാനമ്മയ്ക്ക്, ചിത്തം തെളിവാനായി അരുണനുണർത്തിച്ചു, ചിത്തം തെളിവാനായി അരുണനുണർത്തിച്ചു. സാധുവാൻ മാധവേ ഖേദം കളകിടോ, സാധുവാൻ മാധവേ ഖേദം കളകിടോ, ആദികൾ വന്നിതു തീർത്തിടാ സകലം, ആദികൾ വന്നിതു തീർത്തിടാ സകലം. അധികം പഠിച്ചിട്ടൊന്നുമില്ല, ഞാൻ പഴയ 4ാം ക്ലാസ്സാണ്. പക്ഷെ ഞാൻ ഇത് പഠിക്കുന്ന സമയത്ത് എൻ്റെ നേരെ താഴെ 2 കുട്ടികളില്ല, അവർ മരണപ്പെട്ടു പോയി. അവിടുന്ന് ഒരു 9 കൊല്ലം കഴിഞ്ഞിട്ട് അമ്മ പ്രസവിച്ചൊരു ആൺകുട്ടീനെ. അപ്പോൾ ആ കുട്ടിയെ നോക്കാൻ ആളില്ലാതെ അപ്പോൾ എൻ്റെ പഠിപ്പ് നിർത്തേണ്ടി വന്നു. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ വീടുകൾ കയറി ഇറങ്ങി, കന്നിമകരം മാസം കാലങ്ങളിലൊക്കെ ഞങ്ങൾക്ക് അവകാശങ്ങളുണ്ട് കൊയ്ത്തുകാലത്ത്. അപ്പോൾ പാട്ട് പാടാൻ പോകുമ്പോൾ ഈ കുട്ടീനെ നോക്കാൻ ആരുമില്ല. ഒരു 2-3 ദിവസമൊക്കെ ഈ കുട്ടീനെ എടുത്ത് ഒക്കത്ത് വെച്ചിട്ട് ഞാൻ സ്കൂളിൽ പോയി. പിന്നെ ക്ലാസ് ടീച്ചർ പറഞ്ഞു, അമ്പുചാക്ഷി വരുമ്പോൾ കുട്ടിയെ കൊണ്ട് സ്കൂളിലേക്ക് വരരുത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ വീരം പറഞ്ഞു, അച്ഛ അമ്മ അങ്ങനെയാണ് ടീച്ചർ പറഞ്ഞത്, എന്താ വേണ്ടി വെച്ചു. അപ്പം നീ ഇനി പോകണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഇളകേ ഇളകിനെ ഇളകുനാകെ ഇളകി വാ നടുവാനും കാലമാകുന്നേ
മുടിയിളകെ കൊടുത്തൊരു കുട തമ്മിൽ വാസിച്ചുറവാൻ പിടിച്ചൊരു പൂക്കുരമിൽ കരികൊഴിവാൻ തോരോ പുടതാനിൽ വാദിച്ചുറവാ പിടിച്ചുള്ള പൂക്കുലയുടെ തരി കൊഴിവാ ആകെ ശ്രീ കന്യാവും നാഗരാജാവേ ഞാനിട്ട കളം കൊള്ള പൂജ കൊള്ളാൻ വാ നാഗശ്രീ കന്യാവേ നാഗരാജാവേ ഞാനിട്ട കളം കൊള്ള പൂജ കൊള്ളാൻ വാ മണിനാഗം കരുനാഗം കന്യാവേ അഞ്ജന മണിനാഗം പൂജ കൊള്ളാൻ വാ മണിനാഗേ കരുനാഗേ കന്യാവേ അഞ്ജന മണിനാഗേ പൂജ കൊള്ളാൻ വാ മക്കളമൊടുകയോ ഉടഞ്ഞു പോയാൽ പൊൻപാമ്പും വെള്ളിയുണ്ട് കുടിയും മുടുകയോ ഉടഞ്ഞു പോയാ പാമ്പും വെള്ളിയണ്ടം കുടിയും വയ്ക്കാം വനം പണ്ട് തീയേരിഞ്ഞപ്പോൾ ഓടി ഒളിച്ചെൻ്റെ കൂടത്തിൽ നാഗം ആണ്ടാർ വനം പണ്ട് തീയരിഞ്ഞപ്പോൾ ഓടി ഒളിച്ചെൻ്റെ കൂടത്തിൽ നാഗം കുടം കൊട്ടി ശബ്ദങ്ങൾ കേട്ടാൽ ആടി ഓടിയതാ വരുന്നു നാഗം കുടങ്കോട്ടി മുഴക്കം കേട്ട ആടി ഓടിയാത വരുന്നു നാഗം ആണ്ടാർ വനത്തിലും ജനിച്ചു നിങ്ങൾ ഉള്ളുവ കുടത്തിൻ്റെ അണി മുഴക്കം കേട്ട ആടി ഓടിയാത വരുന്നു നാഗം ആവിയിലെ വൃക്ഷമിതാ മുറിച്ചു പോയാൽ പാലുള്ള വൃക്ഷം നാട്ടി കുടിയിരുത്താൻ വൃക്ഷമാതു മുറിച്ചു പോയാ പാലുള്ള വൃക്ഷം നാട്ടി കുടിയിരുത്ത കാവിലെ ചിത്രപീഠം ഉടഞ്ഞു പോയാൽ നാഗമണി ചിത്രപീഠം വെട്ടിവെപ്പിക്കാൻ അതിലെ ചിത്രവീടം ഉടഞ്ഞു പോയാ നാഗമാണി ചിത്രവീടം വെട്ടിവെപ്പിക്കാം ആടാടു ആടുനാഗം ആടുനാഗേ ആടിയിട്ടു വായു എൻ്റെ മണ്ണലത്തിലെ ആടു ആടു നാഗേ
മയ്യത്താണ് പർലാംഗ പരമാർത്ഥം അരുളി ചൊല്ല്. വരദാനായിട്ട് പഴയ കാരണന്മാർ, ഇന്നൊക്കെയല്ലേ ഇപ്പോൾ ബുക്കും ഇതൊക്കെ ആയിട്ടുള്ളത്. പണ്ട് കാലങ്ങളിൽ കരിമ്പനോലയിലാണ് എഴുത്താണി പിശാന്തിയും കൊണ്ടാണ് എഴുതി വയ്ക്കുക. അങ്ങനെ എഴുതി വെച്ചുള്ള സമയത്താണ് ഒരു ഇതുണ്ടായി, പ്രളയം. ആ പ്രളയത്തിൽ അതെല്ലാം നശിച്ചു പോയി. പിന്നെ ഇതിനനുസരിച്ച് അറിവുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയതാണ്. അത് സംസ്കൃതത്തിലാണ്. പാലാഴിമതനൊക്കെ സംസ്കൃതത്തിലാണ് എഴുതി വച്ചിരുന്നത്. അത് മലയാളത്തിലേക്ക് പാരായണം ചെയ്തുള്ളത് വരവൂർ പടിക്കലാത്ര കുഞ്ഞൻ നായർ എന്ന് പറയും. അദ്ദേഹം ഏത് കാലത്താണ് മമ്മറിഞ്ഞു പോയത്, ഏത് കാലത്താണ് ജനിച്ച് ഭൂമിയിലുണ്ടായിരുന്നെന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളാരും കണ്ടിട്ടുള്ള ഓർമ്മയില്ല. പക്ഷേ ഗ്രന്ഥത്തിലുണ്ട്.